ശ്രീ സാർ നമസ്കാരം. ഡൽഹി ആര് പിടിക്കും എന്നുള്ളതാണ് ചർച്ചകൾ. അതായത് ഇന്ന് ഇലക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഇലക്ഷൻ അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ ഒരു തകർച്ച അതാണ് കാണാൻ കഴിയുന്നത്. സൂചനകൾ നൽകുന്നത് ആം ആദ്മി പാർട്ടിയുടെ വലിയൊരു തകർച്ചയും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം BJP ഡൽഹി പിടിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ടൈംസ് നൗവിന്റെ അതുപോലെ തന്നെ മാട്രിക്സിന്റെ, പോൾ ഡയറയുടെ, ടുഡേസ് ചാണക്യയുടെ ഒക്കെ ഫലങ്ങൾ ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെയാണ്. ഈ പറയുന്ന പോലെ 45 മുതൽ 50 വരെ സീറ്റും 60 വരെ സീറ്റും BJP നേടിയേക്കാമെന്ന് പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ കേജ്രിവാളിന്റെ അറസ്റ്റും അതുപോലെ തന്നെ അവിടെയുള്ള പല പ്രശ്നങ്ങളും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായോ? പാർത്ഥൻ, ഒരു പക്ഷേ അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഞാൻ ഈ ഇലക്ഷൻ്റെ അതിൻ്റെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സമയത്ത് കരുതിയത് ഒരുപക്ഷെ ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു ഡെൻറ്റ് ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിച്ചേക്കാം. പക്ഷേ സ്റ്റിൽ വളരെ സീറ്റുകൾ കുറഞ്ഞാലും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരും എന്ന നിലയ്ക്കാണ്. ഈ ഇലക്ഷൻ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട്, ഡൽഹിക്കാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് 40 മുതൽ 45 സീറ്റ് വരെ BJP ഇത്തവണ നേടി അധികാരം അവർ തിരിച്ചു പിടിക്കും എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരുപക്ഷെ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന രീതിയിലാണ് എൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിച്ചത്. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം വന്നിരിക്കുന്ന 10 എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചന അത് സൂചിപ്പിക്കുന്നതിൽ 8 എണ്ണവും BJP ഭരണത്തിൽ വരും, ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള എല്ലാവിധ സാധ്യതകളും അവർക്കവിടെ ഉണ്ട് എന്നാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയ ഭൂരിപക്ഷം നേരത്തെ ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പോൾ ഓഫ് പോൾസ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 26 മുതൽ 29 വരെ സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. അതായത് ഒരു 40ഓളം സീറ്റുകളുടെ അടുത്ത് നഷ്ടം അവർക്കുണ്ടാകാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലത്തേക്ക് ഉള്ള പ്രഡിക്ഷനാണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഒരു പോള് തെറ്റാം, 2 പോള് തെറ്റാം, പക്ഷേ ഇത് മെജോറിറ്റി പോളും ആ രീതിയിലത്തേക്കാണ്. അപ്പോൾ അത് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഏജൻസികൾക്ക് ആർക്കും ചിന്തിക്കാനാവാത്ത അല്ലെങ്കിൽ അവർക്ക് പിടികൊടുക്കാത്ത ഒരു മനസ്സാണ് ഡൽഹിയിലെ വോട്ടർമാരുടേത് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു ഫലത്തിൻ്റെ, അതായത് നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നത് എന്തായാലും ഈ എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഡൽഹി വോട്ടർമാർ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാനുണ്ടായിരുന്ന കുറേയധികം വെൽഫെയർ പൊളിറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു പക്ഷേ അവർ ആം ആദ്മി പാർട്ടിയെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നോ അല്ല എങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ ഒരുപക്ഷെ പ്രതിരോധിക്കാനായിട്ട് ആ പാർട്ടിക്ക് നേതാക്കന്മാർക്ക് സാധിക്കാത്തത് കൊണ്ട് ഒരു അഴിമതിക്കെതിരെ തുടങ്ങിയ പാർട്ടി അഴിമതിയിലേക്ക് വീണു പോകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഒരു പക്ഷേ അവിടുത്തെ വോട്ടർമാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ പോലെയുള്ള അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ടം മുൻനിർത്തിയിട്ടാണ് ഈ പാർട്ടി വരുന്നത്. 11 വർഷം തുടർച്ചയായിട്ട് അവർ ഡൽഹി അധികാരത്തിലിരിക്കുകയും ചെയ്തു. അതിന് 15 വർഷം മുമ്പ് 1998 കോൺഗ്രസിൻ്റെ ഭരണം അവിടെ തുടങ്ങുന്നത്. അപ്പോൾ അത് 3 ടൈം അടുപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരികയും ഷീലാ ദീക്ഷിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളെന്ന രീതിയിലത്തേക്കുള്ള ഖ്യാതി നേടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ 3 ടൈം അടുപ്പിച്ച് ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് പിന്നീട് അടുത്ത 11 വർഷത്തേക്ക് ആ അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും ഇല്ല എന്ന രീതിയിലത്തേക്ക് മാറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ ചേഞ്ചാണ്, ഡൈനമിക്കലി വളരെ ഡൈനമിക്കായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഈ ഡൽഹി പൊളിറ്റിക്സിൽ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ നിന്നിരുന്നതെല്ലാം ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ പിന്നീട് അവരുടെ പോളിസി പരമായിട്ടുള്ള കുറേ ഷിഫ്റ്റ് നമ്മൾ കണ്ടു. അതായത് അവർ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ആരെയാണ്? കോൺഗ്രസിനെയാണ്. കോൺഗ്രസ്സാണ് ഇവിടെ ഏറ്റവും വലിയ അഴിമതി കാണിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതേ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർ പിന്നീട് ഇന്ത്യ സഖ്യത്തിലേക്ക് ചേരുന്നു. ഇതേ കോൺഗ്രസ് സഖ്യത്തിനെ പ്രത്യേകിച്ചും ഡൽഹിയിൽ ഒപ്പം ഇരുത്തി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഷെയറിംഗ് എഗ്രിമെൻ്റ് അവർ വയ്ക്കുന്നു. ഇതെല്ലാം തന്നെ ഒരു ഐഡിയോളജി പരമായിട്ടുള്ള ഒരു ഡിറ്റീരിയറേഷൻ ആ പാർട്ടിക്ക് സംഭവിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഒരു പക്ഷേ അവിടുത്തെ ഇലക്ടറേറ്റ് വിലയിരുത്തിയിട്ടുണ്ടാകാം. ഒപ്പം ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യനയ അഴിമതിയാണ്. അപ്പോൾ നമുക്കറിയാം, ആം ആദ്മി പാർട്ടി എന്തിൻ്റെ പേരിലാണ് UPA സർക്കാരിനെ എതിർത്തിരുന്നത്? അത് 2G സ്പെക്ട്രം അതൊരു നയമാണ്, അതിൻ്റെ പേരിൽ കോമൺവെൽത്ത് അതൊരു നയമാണ്, അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള നിരവധി സ്കാമുകൾ ഉണ്ടായിരുന്നു. പിന്നീട് വിമൻ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിർഭയ വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേയധികം നയങ്ങളുടെ പേരിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അവരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. 10 വർഷം അവർ അധികാരം പൂർത്തിയാക്കി വരുന്ന സമയത്തേക്ക് മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ അവർ വീണു പോകുന്നു. എന്നിട്ട് അവരുടെ മുഖ്യമന്ത്രിക്ക് അവിടെ നിന്ന് രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനു മുമ്പ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുന്ന സമയത്തും അധികാരം കൈമാറാൻ അദ്ദേഹം
ആദ്യം തയ്യാറാകുന്നില്ല. ഇപ്പോൾ ജയിലിൽ കിടന്ന് ഭരിക്കും എന്നതൊക്കെ തന്നെ ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധം എന്ന രീതിയിലേക്ക് വേണമെങ്കിൽ ആൾക്കാർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്യാബിനറ്റിലുള്ള ഉപമുഖ്യമന്ത്രി അടക്കമുള്ള പല മന്ത്രിമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച സംഭവിച്ചത് ഇവർക്കെതിരായിട്ടുള്ള പല പരാമർശങ്ങളും വിധികളുടെ ഭാഗമായിട്ട് കോടതികളിൽ നിന്നുണ്ടായി. ഡൽഹി കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഒക്കെ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്ന കേസാണ് എന്നൊക്കെ വിധിയിൽ എഴുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനെ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആം ആദ്മി പാർട്ടിക്കാർക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഇവരുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കരകയറാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഫേസ് എന്ന് പറയുന്നത് കേജ്രിവാളാണ്. ഇന്ത്യ എമ്പാടും ആം ആദ്മി പാർട്ടിയുടെ ഫേസ് കേജ്രിവാളാണ്. അപ്പോൾ കേജ്രിവാളിന് മാറിയിട്ട് ആതിഷി മർലേനെ മുഖ്യമന്ത്രിയാക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന വെൽഫെയർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഫ്രീ ബി പൊളിറ്റിക്സ്, അതിനപ്പുറത്തേക്കുള്ള പല വിഷയങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ടോ, അത് ഇലക്ട്രേറ്റ് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാര്യമായിട്ടുള്ള ചർച്ച ഒരുപക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഫലം വരുന്ന സമയത്തായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഫലസൂചന എങ്ങോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഫെയർ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഒരുപക്ഷെ ആൾക്കാർ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ ആരോപണങ്ങളെ എടുത്തിട്ടുണ്ടാവും എന്നാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ BJP പൊതുവെ വെൽഫെയർ പൊളിറ്റിക്സിനെതിരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പല സ്ഥലങ്ങളിലും മുമ്പ് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പോയി പറഞ്ഞത് ഈ ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. ഫിസ്ക്കൽ പ്രൂഡൻസ് ഉണ്ടാകണം, അക്കൗണ്ടബിളായിട്ട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യണം, ജനങ്ങളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ പ്രശ്നമുണ്ടാകും. മറ്റുള്ള എല്ലാ കാര്യത്തിനും അദ്ദേഹം റേവ്ഡി കൾച്ചർ എന്നാണ് വിളിച്ചിരുന്നത് പോലും. അവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് BJPക്ക് ഉണ്ടായി. BJP ഈ അടുത്ത സമയത്തുണ്ടായിരുന്ന പല തെരഞ്ഞെടുപ്പുകളെയും വെൽഫെയർ പൊളിറ്റിക്സ് കൂടി മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് നേരിട്ടത്. ഡൽഹിയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ആം ആദ്മി പാർട്ടി സ്ത്രീകൾക്ക് 2100 രൂപ മാസം കൊടുക്കുമെന്ന് പറയുമ്പോൾ BJP പറഞ്ഞ 2500 കൊടുക്കുമെന്ന്. അപ്പോൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ ഡെലിവറി ചെയ്തിരിക്കുന്ന ഒരാളിനെ വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി ഡൽഹിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് ഞാൻ ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ തിരിച്ച് അധികാരത്തിലേക്ക് വരാനുള്ള ഒരു ഔട്ട്സൈഡ് ചാൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് കരുതുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ കുറേയധികം ടാക്സ് റിലാക്സേഷൻ കിട്ടിയിരിക്കുന്നു. കുറേ വെൽഫെയർ പൊളിറ്റിക്സ് എല്ലാ സ്ഥലങ്ങളിലും BJP നടപ്പാക്കുന്നു. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ആൾക്കാരുടെ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കും, അത് ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുമെന്ന് പറഞ്ഞിരുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ജനങ്ങൾ നിന്നില്ല എന്നുള്ള ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് വെട്ടിപ്പൊട്ടിക്കുമ്പോൾ അറിയാം എന്നാണ് പറയാനുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന ഡൽഹിയിലെ ചേരികളിൽ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്നുള്ളൊരു വലിയ വാഗ്ദാനം BJP നൽകിയിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അതുപോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭവനം ഒരുപക്ഷെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടന്നു, അത് ശരിയാണ്. അത് ഒരു തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കാരണം അഴിമതിക്കെതിരെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അഴിമതി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം, അത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ ബാധിച്ചിരിക്കാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ആഡംബര വസതിയാണ്, അവിടെ ഉള്ളിൽ നീന്തൽക്കുളം, ഏറ്റവും വില കൂടിയ ഉപകരണങ്ങൾ കൊണ്ട് അവിടെ ഫർണിഷ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ടാകുമോ ആം ആദ്മിക്ക്? അതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആൾക്കാരുടെ ചേരി ജീവിതം എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് കോളനൈസ് ചെയ്യപ്പെട്ട് നടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭവനമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്ലംസിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് എങ്കിൽ പോലും അവിടെ എത്രത്തോളം സ്ലം ഏരിയകളുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അവിടെ ഭവനം സ്വന്തമായിട്ടില്ലാത്ത നിരവധി ആൾക്കാരുണ്ട്. അവിടെ BJP കേവലം പ്രോമിസ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ചില ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ തന്നെ അവർ ഡെലിവർ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അത്തരത്തിലുള്ള ചില ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഈ കീ ഹാൻഡ് ഓവർ ചടങ്ങിന് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഡെലിവറിയാണ്, അതായത് വെൽഫെയർ സ്കീമിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ഭവനം നിർമ്മിച്ച് നൽകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കീം കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അവിടെയുള്ള വീടില്ലാത്ത എല്ലാ ആൾക്കാരെയും ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കും എന്ന് BJP പറഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് വലിയ രീതിയിലത്തേക്ക് ഒരു പക്ഷേ ഇലക്ട്രേറ്റിനെ സ്വാധീനിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ കേജ്രിവാളിൻ്റെ ഭവനം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 45-48 കോടി രൂപ ചെലവാക്കി എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ്. കർട്ടന് മാത്രം ഏതാണ്ട് 1 കോടിയോ
മറ്റോ ചെലവാക്കി എന്നാണ് കേട്ടത്. എന്ന് വെച്ചാൽ ആം ആദ്മിയുടെ സർക്കാരാണ്, സാധാരണക്കാരൻ്റെ സർക്കാരാണ്. സാധാരണക്കാരൻ്റെ സർക്കാരിനെ നയിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലത്തേക്കുള്ള ആർഭാടം വേണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കേവലം BJP മാത്രമല്ല ഈ ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ലാവിഷായിട്ടുള്ള ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടുന്ന സ്കീമുകൾ നടപ്പാക്കാനുള്ള പണത്തിനെ സ്വന്തം ഭവനത്തിനെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന രീതികളെക്കുറിച്ച്, മദ്യനയ അഴിമതിയെക്കുറിച്ച് പറയുന്നത് കേവലം BJP അല്ല, മറിച്ച് BJP ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഒപ്പം നിൽക്കുന്ന പാർട്ടി ആയിട്ട് കൂടി കോൺഗ്രസും ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വോട്ടർ ഇത് BJPയുടെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നൊരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ ആരോപണമാണ്. കാരണം കോൺഗ്രസ് ഇവിടെ BJP വിരുദ്ധ കക്ഷിയാണ്, BJP എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കക്ഷിയാണ്. ആം ആദ്മി പാർട്ടിയോടൊപ്പം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റ് പങ്കിട്ട കക്ഷിയാണ്. അവരും ഇതേ ആരോപണം തന്നെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ അത് ആൾക്കാരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന എക്സിറ്റ് പോൾ റിസൾട്ടിന് സമാനമായിട്ടുള്ള റിസൾട്ടാണ് ഈ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് BJPയുടെ മാത്രം വിജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിലൊരു ഭാഗം കോൺഗ്രസ്സിന് കൂടി അവകാശപ്പെട്ടതാണ്. കോൺഗ്രസ്സിന് അവിടെ ഒരു സീറ്റും കിട്ടിയില്ല എങ്കിൽ പോലും കോൺഗ്രസ് അവിടെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെൻ്റൽ ഇംപ്രഷനുണ്ട്. ആ മെൻ്റൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് കേജ്രിവാൾ അഴിമതിക്കാരനാണ്, BJP പറയുന്നത് കേവല രാഷ്ട്രീയ ആരോപണമല്ല, കാരണം ഒരേ മുന്നണിയിലുള്ള ഞങ്ങൾക്കും ഇതേ ആരോപണമുണ്ട്. മദ്യനയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രസ് മീറ്റ് നടത്തുന്നത് BJP-യാണ്, ക്ഷമിക്കണം, കോൺഗ്രസ്സാണ്, അജയ് മാക്കനാണ് നടത്തുന്നത്. അപ്പോൾ അത് തന്നെ അവർ പറഞ്ഞത് ഓർക്കണം. അവിടെ നിന്ന് കിട്ടുന്ന കിക്ക് ബാക്കായിട്ട് കിട്ടുന്ന പണമെല്ലാം ഗോവയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷന് ചിലവാക്കാനാണ് ആം ആദ്മി പാർട്ടി വിനിയോഗിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലത്തേക്ക് ഒരാരോപണം വരുമ്പോൾ അത് കേവല രാഷ്ട്രീയ ആരോപണമാണെന്ന് പോലും ആം ആദ്മി പാർട്ടിക്ക് എതിർത്ത് പറയാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും ഇത് പറയുന്നില്ലേ, BJP ഇത് പറയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടാലിറ്റിയിൽ ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകമുള്ള കാര്യമാണ്. കാരണം ഡൽഹി കൺവെൻഷനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അസംബ്ലിയിലേക്ക് ഒരു പാറ്റേൺ തെരഞ്ഞെടുപ്പ്, അതേപോലെ പാർലമെൻറ്റിലേക്ക് മറ്റൊരു പാറ്റേൺ. അത് ഇത്തവണ മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും 8-ാം തീയതി ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഫലം അറിയുമ്പോൾ ഇത് സത്യമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം. ഡൽഹിയിലെ എൻ്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത്, അങ്ങ് പറഞ്ഞു നിർത്തിയതുപോലെ ഇവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ BJP വിജയിച്ചാലും ആം ആദ്മി പാർട്ടി എങ്ങനെയെങ്കിലും പരാജയപ്പെടണമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് ചിലർ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത് സത്യമാകുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുക എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.